അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയൊരു അപകടകരമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇത്തവണ ഇറാന്റെ മുന്നറിയിപ്പ് അമേരിക്കയ്ക്കു മാത്രമല്ല, അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദ നീക്കങ്ങൾക്ക് പിന്തുണ നൽകുന്ന രാജ്യങ്ങൾക്കും കൂടിയാണ്. അമേരിക്കയുടെ പുതിയ സാമ്പത്തിക ഉപരോധങ്ങളുമായി സഹകരിക്കുന്ന രാജ്യങ്ങളെ ശത്രുക്കളായി കണക്കാക്കുമെന്നും സാമ്പത്തിക യുദ്ധം തുടർന്നാൽ പേർഷ്യൻ ഗൾഫിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി തന്നെ തടയാൻ തയ്യാറാണെന്നും ഇറാൻ മുന്നറിയിപ്പ് തന്നിരിക്കുകയാണ്. അതായത് അമേരിക്ക ഇറാൻ പോരാട്ടം ഇനി സൈനിക രംഗത്ത് മാത്രം ഒതുങ്ങുന്നല്ലെന്ന സൂചനയാണ് പുറത്തു വരുന്നത്. ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജപാതകളിൽ ഒന്നായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും ഈ സംഘർഷത്തിന്റെ കേന്ദ്ര ബിന്ദുവാകുകയാണ്. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അമേരിക്ക ഇറാനെതിരെ കൂടുതൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ്. അതിനെയാണ് ഇറാൻ ശക്തമായി എതിർക്കുന്നത്. ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി മൊഹ്സിൻ റസായി കഴിഞ്ഞ ദിവസമാണ് അയൽ രാജ്യങ്ങൾക്ക് കടുത്ത മുന്നറിയിപ്പ് നൽകിയത്. അമേരിക്കയുടെ സാമ്പത്തിക യുദ്ധത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളെ ഇറാൻ ശത്രുക്കളായി കണക്കാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇറാൻ അമേരിക്കയുമായി സംഘർഷം കൂടുതൽ രൂക്ഷമാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും, എന്നാൽ അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദത്തിന് പ്രാദേശിക രാജ്യങ്ങൾ പിന്തുണ നൽകിയാൽ അതിന് തിരിച്ചടി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ മുന്നറിയിപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം എണ്ണയുമായി ബന്ധപ്പെട്ടതാണ്. സാമ്പത്തിക യുദ്ധം തുടരുകയാണെങ്കിൽ ഹോർമുസ് കടലിടുക്ക് വഴിയോ പേർഷ്യൻ ഗൾഫിലെ മറ്റേതെങ്കിലും വഴിയിലൂടെയോ ഒരു തുള്ളി എണ്ണ പോലും കയറ്റുമതി ചെയ്യാൻ അനുവദിക്കില്ല എന്നാണ് റസായിയുടെ മുന്നറിയിപ്പ്. ഈ പ്രസ്താവന റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഔദ്യോഗിക വാർത്താ സേവനമായ ന്യൂസ് ഓൺ എയറും ഇതേ മുന്നറിയിപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ടാണ് ഹോർമുസ് കടലിടുക്ക് ഇത്രയും നിർണായകമാകുന്നത്? ഇറാനും ഒമാനും ഇടയിലുള്ള വളരെ ഇടുങ്ങിയ കടൽപാതയാണ് ഹോർമുസ് കടലിടുക്ക്. പേർഷ്യൻ ഗൾഫിൽ നിന്ന് ലോക വിപണിയിലേക്ക് എണ്ണയും ദ്രവീകൃത പ്രകൃതിവാതകവും എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കടൽപാതകളിൽ ഒന്നാണിത്. അന്താരാഷ്ട്ര ഊർജ ഏജൻസിയായ IEA കണക്കുകൾ പ്രകാരം 2025 പ്രതിദിനം ഏകദേശം 15 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ ഹോർമൂസ് വഴി കടന്നുപോയിരുന്നു. അത് ആഗോള അസംസ്കൃത എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 34%. ഈ എണ്ണയുടെ വലിയൊരു ഭാഗവും ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. ചൈനയും ഇന്ത്യയും ചേർന്ന് ഹോർമൂസ് വഴി പോകുന്ന എണ്ണയുടെ വലിയൊരു പങ്ക് സ്വീകരിക്കുന്ന രാജ്യങ്ങളാണ്. ജപ്പാനും ദക്ഷിണ കൊറിയയും ഈ കടൽപാതയെ വളരെ കൂടുതലായി ആശ്രയിക്കുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഹോർമൂസിൽ ഗതാഗതം തടസ്സപ്പെട്ടാൽ അതിന്റെ പ്രത്യാഘാതം ഇറാനിലോ അമേരിക്കയിലോ മാത്രം ഒതുങ്ങുന്നില്ല. ഏഷ്യൻ രാജ്യങ്ങളിലെ എണ്ണവില മുതൽ ഇന്ധനവില വരെ അതിന്റെ സ്വാധീനം അനുഭവപ്പെടാം. ഇപ്പോൾ തന്നെ അതിന്റെ ചില ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുമുണ്ട്. റോയിട്ടേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഓഗസ്റ്റ് 24 പുറത്തു വന്ന കണക്കിൽ കഴിഞ്ഞ വാരാന്ത്യത്തിൽ 20-ൽ താഴെ ചരക്ക് കപ്പലുകൾ മാത്രമാണ് ഹോർമൂസ് കടലിടുക്ക് വഴി കടന്നത്. അതായത് സാധാരണ നിലയിലുള്ള കപ്പൽ ഗതാഗതവുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്ഥിതി വളരെ അസാധാരണമാണ്. ഓഗസ്റ്റ് 21 റോയിട്ടേഴ്സ് റിപ്പോർട്ടിലും ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതം വളരെ താഴ്ന്ന നിലയിലാണെന്ന് വ്യക്തമാക്കിയിരുന്നു. യുദ്ധത്തിന് മുൻപ് ലോകത്തിലെ എണ്ണയുടെയും ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെയും ഏകദേശം 1/5 ഈ കടലിടുക്കിലൂടെ കടന്നുപോയിരുന്നു. അപ്പോൾ ഈ പുതിയ ഇറാൻ മുന്നറിയിപ്പ് എത്രത്തോളം ഗൗരവമുള്ളതാണ്? അത് മനസ്സിലാക്കാൻ അമേരിക്കയുടെ പുതിയ നീക്കം കൂടി നോക്കണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ വലിയ തോതിലുള്ള പുതിയ സാമ്പത്തിക സമ്മർദ്ദ നീക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ട്രംപ് ഇതിനെ എക്കണോമിക് D-Day എന്നാണ് വിശേഷിപ്പിച്ചത്. ഇറാന്റെ സാമ്പത്തിക സംവിധാനത്തെ കൂടുതൽ ഒറ്റപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. ഇറാന്റെ എണ്ണക്കള്ളക്കടത്ത് ശൃംഖലകൾ, സാമ്പത്തിക ഇടപാടുകൾ, കറൻസി എക്സ്ചേഞ്ചുകൾ, കപ്പൽ രജിസ്ട്രികൾ, മുൻനിര കമ്പനികൾ എന്നിവയെ ലക്ഷ്യമിടുന്ന നടപടികൾ ഉണ്ടാകുമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പുതിയ ഉപരോധ നടപടികൾ പ്രഖ്യാപിക്കാനിരിക്കുകയാണെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാന്റെ പ്രതികരണം അതിനേക്കാൾ കടുത്തതാണ്. അമേരിക്കയുടെ സാമ്പത്തിക യുദ്ധത്തിൽ ഞങ്ങളോടൊപ്പം ആരെങ്കിലും നിന്നാൽ അതിനെ യുദ്ധപ്രവർത്തനമായി തന്നെ കണക്കാക്കും എന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതേസമയം ഇറാൻ നേരത്തെ തന്നെ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സഖ്യരാജ്യങ്ങളോട് ശക്തമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടെന്നതും യാഥാർത്ഥ്യമാണ്. ഓഗസ്റ്റ് 6 റോയിട്ടേഴ്സ് റിപ്പോർട്ട് പ്രകാരം അമേരിക്കൻ ആക്രമണങ്ങൾ തുടർന്നാൽ ഗൾഫ് മേഖലയിലെ ചില രാജ്യങ്ങളുടെ എണ്ണ, വൈദ്യുതി, ജല അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഇറാൻ നൽകിയിരുന്നു.
ഇപ്പോൾ അതിന് പിന്നാലെയാണ് സാമ്പത്തിക ഉപരോധവുമായി ബന്ധപ്പെട്ട പുതിയ മുന്നറിയിപ്പ് വരുന്നത്. ഇതോടെ സംഘർഷത്തിന്റെ മറ്റൊരു പ്രധാന വശം തുറന്നു കാട്ടപ്പെടുകയാണ്. എണ്ണ. ഇറാന്റെ എണ്ണ കയറ്റുമതി അമേരിക്ക തടയാൻ ശ്രമിക്കുന്നുണ്ട്. ഇറാൻ മറുപടിയായി ഗൾഫ് മേഖലയിലെ എണ്ണ കയറ്റുമതിയെ തന്നെ തടസ്സപ്പെടുത്തുമെന്ന ഭീഷണിയും ഉയർത്തുന്നുണ്ട്. ഇത് യാഥാർത്ഥ്യമായാൽ ഏറ്റവും വലിയ ആഘാതം അനുഭവിക്കേണ്ടി വരിക എണ്ണ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ഏഷ്യൻ രാജ്യങ്ങൾക്കായിരിക്കും. ഇതിൽ ഇന്ത്യയും പെടും. ഇന്ത്യയും ഇതിൽ പ്രധാനപ്പെട്ട രാജ്യമാണ്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താക്കളിൽ ഒന്നാണ്. ഹോർമൂസിലെ പ്രതിസന്ധി രൂക്ഷമായതോടെ ഇന്ത്യൻ എണ്ണ കമ്പനികൾ മറ്റ് ഉറവിടങ്ങളിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങാൻ ശ്രമിക്കുന്നതായും റോയിട്ടേഴ്സ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് പ്രകാരം ഓഗസ്റ്റ് 24 വിശകലനം പറയുന്നത് ഏഷ്യയിലെ ശുദ്ധീകരിച്ച ഇന്ധന വിപണികൾ ഇതിനകം തന്നെ സമ്മർദ്ദത്തിലായി എന്നാണ്. ഓഗസ്റ്റിലെ ഏഷ്യൻ ലൈറ്റ് യുദ്ധത്തിന് മുൻപുള്ള ശരാശരിയേക്കാൾ ഏകദേശം 21% കുറഞ്ഞതായി വെസൽ ട്രാക്കിംഗ് വിപണി കണക്കുകൾ സൂചിപ്പിക്കുന്നതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം പ്രശ്നം വെറും അസംസ്കൃത എണ്ണയുടെ വിലയിലല്ല, ഡീസല്, വിമാന ഇന്ധനം തുടങ്ങിയ ശുദ്ധീകരിച്ച ഇന്ധനങ്ങളുടെ വിതരണത്തിലും സമ്മർദ്ദം വർദ്ധിക്കാം. ഇതിനിടെ ഹോർമൂസിലെ ഇറാന്റെ നിയന്ത്രണം കൂടുതൽ കർശനമാകുന്നതിന്റെ മറ്റൊരു സൂചനയും ഇന്ന് പുറത്തു വന്നു. ഹോർമൂസിലൂടെ ഇറാൻ നിർദ്ദേശിച്ച ഗതാഗത ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന് ആരോപിച്ച് 45 എണ്ണക്കപ്പലുകളെ ഇറാൻ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി. ഈ കപ്പലുകൾക്ക് പിഴ, തടങ്കൽ, ചരക്ക് പിടിച്ചെടുക്കൽ തുടങ്ങിയ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് റിപ്പോർട്ട് പറയുന്നു. ഹോർമൂസിനെ വെറും ഒരു കടൽപാതയായി കാണാതെ തന്ത്രപ്രധാനമായ നിയന്ത്രണ മേഖലയായി ഇറാൻ ഇപ്പോൾ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഇവിടെ അമേരിക്കയുടെ നിലപാടും നിർണായകമാണ്. വാഷിംഗ്ടൺ ഹോർമൂസിലൂടെ എണ്ണ ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതിനാൽ അമേരിക്കയുടെ പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ച ശേഷം ഇറാന്റെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. അമേരിക്ക സമ്മർദ്ദം വർദ്ധിപ്പിച്ചാൽ ഇറാൻ ഹോർമൂസിലെ നിയന്ത്രണം കൂടുതൽ ശക്തമാക്കുമോ? ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കൻ ഉപരോധങ്ങൾക്ക് എത്രത്തോളം പിന്തുണ നൽകും? ചൈന, ഇന്ത്യ, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ പ്രധാന എണ്ണ ഇറക്കുമതി രാജ്യങ്ങൾ എങ്ങനെ ഇതിന് പ്രതികരിക്കും? ഇവയ്ക്കുള്ള ഉത്തരങ്ങളാണ് അടുത്ത ദിവസങ്ങളിലെ എണ്ണ വിപണിയെയും ആഗോള സാമ്പത്തിക സാഹചര്യത്തെയും നിർണ്ണയിക്കുക. ഇതിനിടെ ചൈനയും ഹോർമൂസ് പ്രതിസന്ധിയിൽ കൂടുതൽ ജാഗ്രത പുലർത്തുകയാണ്. അവസാനം ഒരു കാര്യം വ്യക്തമാണ്, ഇത് ഇനി ഒരു രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിലുള്ള സാധാരണ രാഷ്ട്രീയ തർക്കമല്ല. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധം, ഇറാന്റെ പ്രത്യാക്രമണ മുന്നറിയിപ്പ്, ഹോർമൂസിലെ കപ്പൽ ഗതാഗതത്തിലെ ഇടിവ്, എണ്ണ വിലയിലെ ചാഞ്ചാട്ടം, ഏഷ്യയിലെ ഇന്ധന വിതരണത്തിലെ സമ്മർദ്ദം, ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഹോർമൂസിൽ ഒരു വലിയ തടസ്സമുണ്ടായാൽ അതിന്റെ പ്രത്യാഘാതം പേർഷ്യൻ ഗൾഫിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇന്ത്യയിലെ പെട്രോൾ, ഡീസൽ വില മുതൽ ഗതാഗത ചെലവ് വരെ, വ്യവസായ ഉൽപാദനം മുതൽ വിമാന ഇന്ധന ചെലവ് വരെ, ആഗോള വിപണിയിൽ നിന്ന് സാധാരണ ഉപഭോക്താവിന്റെ ജീവിത ചെലവ് വരെ അതിന്റെ സ്വാധീനം എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഒരു കാര്യത്തിലേക്കാണ്. അമേരിക്ക ഉപരോധം കടുപ്പിക്കുമോ? ഇറാൻ ഹോർമൂസിൽ നിയന്ത്രണം കൂടുതൽ ശക്തമാക്കുമോ? അല്ലെങ്കിൽ ഈ സംഘർഷത്തിന് ഒരു നയതന്ത്ര പരിഹാരം കണ്ടെത്താൻ ഇരു രാജ്യങ്ങളും വീണ്ടും ചർച്ചയിലേക്ക് മടങ്ങുമോ?